ശ്രീമതി റാണി മോഹൻദാസ് മാഡത്തിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവരും അങ്ങനെ നല്ല മധുരമായ പാട്ട് കേട്ട് എൻജോയ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു അപശ്രുതി വേണമായിരുന്നോ? അത് ഈ രാമചന്ദ്രൻ അങ്ങനെയാണ്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട് വയലാർ വേദിയുടെ. എൻ്റെ ഈശ്വര, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ വന്നതുപോലെയായി. മിനിറ്റ് ടു മിനിറ്റ് അപ്ഡേറ്റ്സ് ആണ് അതിൽ. അതുകൊണ്ട് എനിക്കിവിടെ വരാതിരുന്നത് ഞാൻ മിസ് ചെയ്തേയില്ല. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ പലപ്പോഴും എത്താൻ കഴിഞ്ഞില്ല. ഇന്ന് തന്നെ 1-2 എൻ്റെ മക്കൾ പറയുന്ന ഭാഷയിൽ കൊട്ടേഷൻസ് കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പിടിച്ച് തീരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും എത്തിയാണ്, പ്രത്യേകിച്ചും മാഷിനെ കാണാൻ. ഈ വേദി ഒരുക്കുന്ന എൻ്റെ ഈ സഹോദരന്മാർ അവരെന്തുമാത്രം ബുദ്ധിമുട്ടി, എത്ര ഡെഡിക്കേഷനോടെ, എത്ര ആത്മസമർപ്പണത്തോടെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് ഞാൻ വളരെ കുറച്ച് നാളായിട്ടാണ് ഇത് കൂടുതൽ മനസ്സിലാക്കി വരുന്നത്. അതിൽ ഇങ്ങനത്തെ ഒരു നിറഞ്ഞ സദസ്സും അതിനേക്കാളും നിറവുള്ള നമ്മുടെ പാട്ടുകാരും ഓരോരുത്തരും അവരെല്ലാം പല തരത്തിൽ പല ഭാവങ്ങൾ. എന്താണ്, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഞാൻ മിക്കവാറും ഒക്കെ ഇവിടെ വന്നില്ലെങ്കിലും പലതും ഒക്കെ ഇങ്ങനെ ലൈവായിട്ട് കേൾക്കുന്ന പോലെയുള്ള ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ആൻഡ് ട്രിവാൻഡ്രത്തിന് ഇതൊരു അപൂർവ വിരുന്നാണ് അല്ലേ? ട്രിവാൻഡ്രം വാസികൾക്ക് നമ്മുടെ ദേവരാജൻ മാസ്റ്റർ അദ്ദേഹം നമുക്ക് തന്നിട്ട് പോയ അതിൻ്റെ ബാക്കി പത്രം മുഴുവനും കൊണ്ട് നടക്കുന്ന ഇന്നത്തെ ഈ ഗായകരും അത് നടത്തിക്കൊണ്ട് പോരുന്ന മണക്കാട് രാമചന്ദ്രൻ, മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, നമ്മുടെ ചേട്ടൻ, ഇതിൻ്റെയൊക്കെ തലപ്പത്തുള്ള ആൾ എനിക്ക് തോന്നുന്നില്ല ഇന്നും വന്നിട്ടുണ്ടെന്ന്. അദ്ദേഹം നമ്മുടെ രാജ്മോഹൻ ചേട്ടൻ, എനിക്കെപ്പോഴും രാജ്മോഹൻ ചേട്ടൻ അങ്ങനെ വിളിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. എനിക്ക് 1-2 ചേട്ടന്മാരെ അങ്ങനെ ഉള്ളൂ ഞാൻ പേര് ചേർത്ത് പറയാത്ത. ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന, ഇത് മുഴുവനും ഇങ്ങനെ ഒരു പശ പോലെ ഒട്ടിച്ച് നിർത്തുന്ന രാജ്മോഹൻ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ മകള്, അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോന്നു. ഒരുപാട് പരിചിത മുഖങ്ങൾ, എല്ലാവരെയും എനിക്ക് കാണാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ സന്തോഷം. എനിക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും എനിക്ക് ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റത്തെ സന്തോഷം. ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് മാഷല്ല ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചും ഇത്രയും നേരം പല ചെറിയ ചെറിയ ഫങ്ഷൻസിന് മാഷ് വന്നിട്ട് വളരെ VIP ആയിട്ടങ്ങ് പോകും. പക്ഷെ ഇതിനൊക്കെയാണ് മാഷിങ്ങനെ നിറഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിരുന്ന്. എല്ലാവരും അത് ഇവിടെ ഒരുപാട് രവിശങ്കർ, രാകേഷ്, എൻ്റെ പ്രിയപ്പെട്ട ഞാൻ മകളെപ്പോലെ സ്നേഹിക്കുന്ന അവൾ, എല്ലാവരുടെയും പേരുകൾ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. സന്തോഷം കൊണ്ടാണ്. വെൻ ഹാർട്ട് ഈസ് ഫുൾ വേർഡ്സ് ഓഫ് യു. ഞാൻ പാടാൻ അങ്ങേയറ്റം ആഗ്രഹമുള്ള, എന്നാൽ ഒരു മൂളിപ്പാട്ട് പോലും പാടാൻ കഴിയാത്ത, പാട്ട് അങ്ങേയറ്റം ആസ്വദിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നും ഒരു ചെറിയ ഒരു ആസ്വാദകയാണ് ഞാനും. എല്ലാവരെയും കണ്ടതിലും എല്ലാവർക്കും എൻ്റെ വിശ്വസ് പറയാൻ കഴിഞ്ഞാലും അങ്ങേയറ്റത്തെ സന്തോഷം. ദൈവത്തിന് നന്ദി പറയുന്നു. നിറഞ്ഞ സ്നേഹം. ലോക സമസ്ത സുഖിനോ ഭവന്തു.